കായംകുളം നഗരസഭ 43-ാം വാർഡിലെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ സഭയിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് സഭയുടെ അന്തസ്സിന് യോജിക്കുന്നതല്ലെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയർപേഴ്സൺ താനിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിൽ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ സഭയിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് സഭയുടെ അന്തസ്സിന് യോജിക്കുന്നതല്ല എന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിലിൽ ആ വാർഡിലെ കൗൺസിലറെ ഹാജർ ബുക്കിൽ ഒപ്പിടിക്കാതെ പുറത്താക്കാൻ ശ്രമിക്കുകയും കൗൺസിലറും ചെയർപേഴ്സണും തമ്മിൽ തർക്കമുണ്ടാകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലറെ പുറത്താക്കിയതായും 10 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും കൗൺസിലറെ മാറ്റി നിർത്തിയതായും നഗരസഭാ ചെയർപേഴ്സൺ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിരുന്നു. എന്നാൽ കൗൺസിൽ യോഗം കഴിഞ്ഞ് 12 ദിവസത്തിന് ശേഷമാണ് മിനിറ്റ്സിന്റെ കോപ്പി പുറത്തുവിട്ടത്. ഇതിൽ കൗൺസിലറെ 10 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയ വിവരം രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇത് തന്നെയുമല്ല, കൗൺസിൽ ഹാജർ ബുക്കിൽ ഒപ്പിടാത്ത കൗൺസിലറെ സസ്പെൻഡ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിനും ജനാധിപത്യ നടപടികൾക്കും വിരുദ്ധമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. എന്നാൽ ചെയർപേഴ്സൺ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം ശരിയായ രീതിയിൽ അല്ല ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ആ പ്രമേയം അതുപോലെ തിരിച്ചയക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അതുകൂടാതെ ഈ ആളിനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ കൗൺസിലിൽ LDFിൻ്റെ ഭാഗത്തു നിന്നും ഈ കൗൺസിലർക്കെതിരെ ബഹളം ഉണ്ടാക്കുകയും ചെയർപേഴ്സൺ ആ ആളിനെ കൊണ്ട് ഹാജർ ബുക്കിൽ ഒപ്പിടിക്കാതിരിക്കുകയും അയാളെ സഭയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തൻ്റെ കുറ്റം എന്താണെന്ന് പറയാതെ താൻ പുറത്തു പോകില്ല എന്ന് വാശി പിടിച്ച നവാസ് മുണ്ടകത്തിനെ ചെയർപേഴ്സൺ സസ്പെൻഡ് ചെയ്തു. അതിനെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അനുകൂലിക്കുകയും ചെയ്തു. കായംകുളത്തെയും ഈ നമ്മുടെ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ചെയർപേഴ്സൺ നൽകിയ പത്രക്കുറിപ്പിൽ നവാസ് മുണ്ടകത്തിനെ 10 കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി എഴുതി തയ്യാറാക്കി അയച്ചു കൊടുത്ത വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു. അത് മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രധാന പത്രങ്ങളിലെല്ലാം അടിച്ചു വരികയും ചെയ്തു. ദൃശ്യമാധ്യമങ്ങളിലും വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ അന്നത്തെ കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സിൽ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ചെയർപേഴ്സൺ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. കൗൺസിലിനകത്തൊരു നയം, പുറത്ത് ഈ ആളിനെ സംരക്ഷിക്കാനുള്ള മറ്റൊരു നയം. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയർപേഴ്സൺ ആ സ്ഥാനത്തിരിക്കാൻ ഇനി അർഹയല്ല. ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണം. കുറ്റക്കാരെ സംരക്ഷിക്കുകയും സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. നവാസിന്റെ പേരിൽ സത്യപ്രതിജ്ഞാ ലംഘനത്തിന് പരാതി കൊടുത്തെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ചെയർപേഴ്സണും കുറ്റക്കാരിയാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിരിക്കുകയാണ്. ചെയർപേഴ്സൺ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കൗൺസിലറെ അയോഗ്യനാക്കണമെന്ന് കാട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ഒരു പരാതി നൽകേണ്ട രീതിയിലല്ല. ഈ കാര്യം ചൂണ്ടിക്കാട്ടി കമ്മീഷൻ പരാതി തിരിച്ചയക്കുകയുമുണ്ടായി. എന്നാൽ ഈ വിവരം നാളിതുവരെയായി സഭ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാൻ ചെയർപേഴ്സൺ തയ്യാറാകാത്തതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ചെയർപേഴ്സന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയർപേഴ്സൺ തൽസ്ഥാനം രാജിവെച്ച് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, PC റോയി എന്നിവർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.